അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 18 അവിടെ ഒരു സീക്വൻസ് ഓഫ് റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ് ഇതെല്ലാം. നമ്മൾ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിലും മറ്റ് ഓർഗാനിക് ചാപ്റ്ററുമായിട്ട് ലിങ്ക്ഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. ആൽക്കഹോൾ ഫീനോൾ, അതുപോലെ തന്നെ ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അമീൻസ്. അപ്പോൾ നമുക്കിതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അവിടെ ABCD, അപ്പോൾ അവിടെ D ആണ് ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം C2H5Br ഈതേൽ ബ്രോമൈഡാണ്. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പം ബീറ്റ എലിമിനേഷൻ നടക്കും. അപ്പോൾ നമുക്ക് A എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഈതീനാണ്, ഇതാണ് കിട്ടുന്നത് ബീറ്റ എലിമിനേഷൻ ശേഷം. ഇതാണ് A എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അവിടെ നടന്ന പരിപാടി ബീറ്റ എലിമിനേഷനാണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ച് തരാം. ഞാൻ ആ സീക്വൻസ് ഒന്ന് എഴുതാം. C2H5Brനെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണേ, CH3CH2Br. അപ്പം ബ്രോമിൻ നിൽക്കുന്ന ഹാലനിൽ നിൽക്കുന്ന കാർബൺ ആൽഫ കാർബൺ, തൊട്ടിപ്പുറത്തെ കാർബണാണ് ബീറ്റ കാർബൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പം ബീറ്റ എലിമിനേഷൻ നടക്കും, ഡീഹൈഡ്രോ ഹാലനേഷൻ നടക്കും. അപ്പോൾ നമുക്ക് CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടും. ഇത് കോമ്പൗണ്ട് നമ്പർ A. ഇനി അടുത്ത് നോക്ക്, ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞ് +1 ഓർഗാനിക് കെമിസ്ട്രിയിലും +2ലും എല്ലാം പഠിക്കുന്നുണ്ട്. ബ്രോമിൻ CCl4 റെഡിഷ് ഓറഞ്ച് കളർ അല്ലേ. അപ്പോൾ ബ്രോമിൻ CCl4 Aയിലേക്ക് ആഡ് ചെയ്താൽ എന്താണ്, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ ബ്രോമിനിൻ CCl4ൻ്റെ കളർ ഡീകളറൈസ് ചെയ്യും. ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷനിൽ പഠിക്കുന്നുണ്ട്. CH2Br. അപ്പോൾ നമുക്കറിയാം അഡ്ജസൻറ്റ് കാർബൺ ആറ്റത്തിൽ ഹാലജൻ വരുന്നു, ബിസിനൽ ഡൈഹാലൈഡ് ആണത്. അതിനുശേഷം എക്സസ് എമൗണ്ട് ഓഫ് കേസ്, അപ്പം ഇത് കോമ്പൗണ്ട് നമ്പർ B ആണ്, ബിസിനൽ ഡൈഹാലൈഡ്. അതിനെ നമ്മൾ എക്സസ് എമൗണ്ട് ഓഫ് പൊട്ടാസ്യം സയനൈഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ബ്രോമിൻ മാറിയിട്ട് സയനൈഡ് വരും. അപ്പോൾ CH2CN വരും, അതുപോലെ തന്നെ CH2CN. ഇനി അതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. വാട്ടറിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തുന്നു. ഒരു സംശയവും വേണ്ട, സയനൈഡുകളെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ, ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ദാറ്റ് ബിക്കം കാർബോക്സിലിക് ആസിഡ്. അത് കാർബോക്സിലിക് ആസിഡായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് എൻഡ് പ്രോഡക്റ്റ് സയനൈഡ് 2 COH ഗ്രൂപ്പായിട്ട് മാറും. സോ വാട്ട് ഈസ് ദ എൻഡ് പ്രോഡക്റ്റ്? D എന്ന് പറയുന്നത് ഇങ്ങോട്ട് എഴുതാം. അതായത് CH2COOH CH2COOH. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡൈകാർബോക്സിലിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, മലോണിക് ആസിഡ്, സക്സിനിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിൽ കാർബോക്സിലിക് ആസിഡിൻ്റെ സെക്ഷനിൽ നമ്മൾ നോമൻക്ലേച്ചർ പഠിക്കുന്നുണ്ട്. ഇതൊരു സംശയമല്ല, സക്സിനിക് ആസിഡാണ്. ഓക്സാലിക് ആസിഡ് അറിയാം, വെറും COH. അതിന് ഇടയ്ക്കൊരു CH2 വരുമ്പം മലോണിക് ആസിഡ് ആവും. അത് 2 CH2 ആകുമ്പോഴാണ് സക്സിനിക് ആസിഡായിട്ട് മാറുന്നത്. ഓക്സാലിക് ആസിഡ്, മലോണിക് ആസിഡ്, സക്സിനിക് ആസിഡ്, ഗ്ലൂട്ടാറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കോമൺ നോമൻക്ലേച്ചറിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സീക്വൻസ് ഓഫ് റിയാക്ഷൻ ഓർത്തിരിക്കുക. ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, കിട വ്യത്യാസമില്ല. സെയിം ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഫോട്ടോസ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും അത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ദിസ് ഈസ് വാട്ട് സക്സിനിക് ആസിഡ്. ഓക്കെ, CH2 ഡൈകാർബോക്സിലിക് ആസിഡ്. എന്താ ഡൈകാർബോക്സിലിക് ആസിഡ്? 2 COH ഗ്രൂപ്പ് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈകാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.